പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 11ാം മാസത്തിന്റെ 3ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും കർത്താവിൻ്റെ ദാസീദാസന്മാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രവേശിക്കാം. 23ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. മിക്കവാറും എല്ലാ ക്രിസ്തീയ ഭവനങ്ങളിലും അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ മാതാപിതാക്കന്മാർ വേദപുസ്തകത്തിൽ നിന്നും അവരെ ആദ്യം പഠിപ്പിക്കുന്ന വാക്യമാണ് ഈ സങ്കീർത്തനത്തിലെ 1ാം വാക്യം. വേദപുസ്തകത്തിലെ ഏറ്റവും മാധുര്യമേറിയ വാക്യമെന്നും ഇതിന് പേര് ലഭിച്ചിട്ടുണ്ട്. ദാവീദ് അന്ന് പാടി, ആയിരങ്ങൾ തുടർന്ന് പാടി, ഇന്ന് നാമും പാടുന്നു. ഇതിൻ്റെ മാധുര്യം ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. ഇന്നും അർത്ഥവ്യാപ്തി വർദ്ധിച്ചു കൊണ്ടേ വരുന്നു. എഴുത്തുകാരൻ രാജാവാകുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആട്ടിടയനായി ജീവിച്ചിരുന്നത് കൊണ്ട് ആയിരിക്കാം ഇടയൻ്റെ ഒരു സ്നേഹവും പരിപാലനവും ആടുകൾക്ക് എത്രമാത്രം ആവശ്യമെന്ന് തനിക്ക് നന്നായി അറിയുവാനിടയാകുന്നു. അതുപോലെ യഹോവ തൻ്റെ ഇടയനാകുകയും തന്നെ എത്രമാത്രം കരുതുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിവാണ് ഇങ്ങനെയുള്ള ഒരു പാട്ട് ദാവീദിനെ എഴുതുവാൻ പ്രേരിപ്പിച്ചത്. ദൈവം നല്ല ഇടയനാകുന്നു എന്ന് വേദപുസ്തകത്തിൽ ആവർത്തിച്ചാവർത്തി പറഞ്ഞിട്ടുണ്ട്. വിജനമായ പ്രദേശങ്ങളിൽ കുറെ തള്ളയാടുകളെയും കൊണ്ട് സഞ്ചരിച്ച സ്ഥാനത്ത് നിന്നുമാണ് ദൈവം ദാവീദിനെ രാജാവായി തിരഞ്ഞെടുത്തത്. ആടുകളെക്കുറിച്ചുള്ള തൻ്റെ ഉത്തരവാദിത്വം വെളിപ്പെടുത്തിയ ഒരു സന്ദർഭത്തെക്കുറിച്ച് താൻ വർണ്ണിച്ചിട്ടുണ്ട്. സിംഹവും കരടിയും തൻ്റെ ആടുകളെ പിടിച്ച സമയം തൻ്റെ ജീവനെ പോലും ഗണ്യമാക്കാതെ ആഘോര മൃഗങ്ങളെ നേരിട്ട് അവയുടെ വായിൽ നിന്നും ആടുകളെ രക്ഷിച്ചു. എന്നാൽ മറ്റ് പല ഇടയന്മാരെ കുറിച്ചും ദൈവം വളരെ വേദനയോടുകൂടെ വെറുപ്പോടുകൂടെയും സംസാരിക്കുന്നത് നമുക്ക് കാണാനിടയുണ്ട്. നല്ല ഇടയനായ യേശുക്രിസ്തുവിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. ദൈവം ആക്കി വച്ചിരിക്കുന്ന ഇടയന്മാർ എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളും കൂടെ നമുക്ക് കാണുവാൻ കഴിയും. ഇടയ ശുശ്രൂഷ അത്യന്തം ഗൗരവമുള്ളതും ഉത്തരവാദിത്വം ഉള്ളതും ആണെന്ന് തിരിച്ചറിയുകയും പിഴവ് പറ്റിയാൽ ഭയങ്കര ശിക്ഷ ഉണ്ടെന്നും അറിഞ്ഞു വേണം സഭാ ശുശ്രൂഷയിലേക്ക് എടുത്തു ചാടുന്നത്, പാസ്റ്ററാകാൻ വെമ്പൽ കൊള്ളുന്നത്. ഈ ശുശ്രൂഷ ഒരു തീക്കളിയാണ്. മനുഷ്യരുടെ ആടുകളെയല്ല, സംഘടനയുടെയും ആടുകളെയല്ല, മറിച്ച് അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ആട്ടിൻകൂട്ടത്തെയാണ് നോക്കേണ്ടത് എന്ന് ഓർത്തിരിക്കണം. ഓരോരുത്തരുടെയും അവസ്ഥ അറിഞ്ഞ് നടത്തുന്നവനാണ് നല്ല ഇടയൻ. ചുമക്കേണ്ടതിനെ ചുമന്നും നടത്തേണ്ടതിനെ നടത്തിയും സഹായിക്കേണ്ടതിനെ സഹായിച്ച് ക്ഷേമമായി പോറ്റി പുലർത്തുന്നവനാണ് നല്ല ഇടയനായ കർത്താവ്. ഇടയൻ ആടിൻ്റെ അവസ്ഥ നന്നായി അറിഞ്ഞിരിക്കണം, എപ്പോഴും ജാഗ്രതയുള്ളവനായിരിക്കണം ആടുകളെ കുറിച്ച്. യഹോവ നല്ല ഇടയനാകയാൽ എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്നാണ് ഭക്തൻ അവകാശപ്പെടുന്നത്. നാം ദൈവത്തിൻ്റെ അനുസരണയുള്ള ആട് ആയിരുന്നാൽ മേൽത്തരമായ വക കൊണ്ട് ദൈവം നമ്മെ പോഷിപ്പിക്കുവാനിടയാകും. നാം പട്ടിണി കിടന്ന് ചാകുവാൻ നല്ല ഇടയൻ ഒരിക്കലും അനുവദിക്കുകയില്ല. ശത്രുക്കൾ കാണെ വിരുന്നൊരുക്കുന്നവനാണ് നല്ല ഇടയൻ. സ്വാർത്ഥതയുള്ള കൂലിക്കാരനായ ഇടയൻ ആടിനെ വിറ്റും തിന്നും തങ്ങളുടെ കാര്യം മാത്രം നോക്കുമ്പോൾ, നല്ല ഇടയനായ നമ്മുടെ കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ നന്നായി മനസ്സിലാക്കുകയും നമ്മെ പോറ്റി പുലർത്തുകയും ചെയ്യുന്നവനും കൂടെയാണ്. ഒരു നല്ല ഇടയൻ തൻ്റെ യജമാനൻ്റെ മുന്നിൽ വിശ്വസ്തനായിരിക്കും. കള്ളം പറഞ്ഞു ആടുകളെ വിൽക്കുന്നവനോ കൂട്ടു സഹോദരങ്ങളെ പറ്റിക്കുന്നവനോ ചതിക്കുന്നവനോ കള്ളം പറഞ്ഞ് നടക്കുന്നവനോ ആയിരിക്കില്ല. ഒരു നല്ല ഇടയന് ഒരിക്കലും അതിന് കഴിയുകയില്ല. അതിന് ഉദാഹരണമാണ്
നമ്മുടെ അരുമനാഥനായ കർത്താവ്. ആമേൻ. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വിശ്വസ്തനായിരുന്നു. ദൈവം തന്നെ ഏൽപ്പിച്ച ആടുകളെ അവൻ ഒന്നിനെ പോലും തകർത്തു കളയുവാൻ ഇടവരാതെ, താൻ ക്രൂശിൽ സ്വയം തകർന്നതല്ലാതെ തകർക്കുവാൻ തന്നെ ഏൽപ്പിച്ചപ്പോഴും എന്തിനാണ് എന്നെ ഇങ്ങനെ ചെയ്യുന്നതെന്ന്, എന്നെ ഇങ്ങനെ എന്തിനാണ് തകർക്കുന്നതെന്നും ഒരു വാക്ക് പോലും ചോദിക്കാതെ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി. ആടുകളായ നമ്മെ പരിപാലിക്കുവാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ, പാപത്തു നിന്നും ശാപത്തു നിന്നും നമ്മെ വീണ്ടെടുക്കുവാൻ നമ്മുടെ അരുമനാഥനായ കർത്താവ് ക്രൂശിൽ തന്നെ ഏൽപ്പിക്കുവാനിടയായി. ഇടയന്മാരിൽ ശ്രേഷ്ഠനും വിശ്വസ്തനും നമ്മുടെ കർത്താവ് തന്നെയാണ്. ഹല്ലേലൂയ. ആകയാൽ ഈ പ്രഭാതം നമുക്കും പറയുവാൻ കഴിയണം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ശത്രുക്കൾ കാണെ മേശ ഒരുക്കുന്ന ഒരു ദൈവം ഈ പ്രഭാതം നമുക്കുണ്ട്. അതേ ദൈവവിധിയിലെ ഈ 11-ാം മാസം ശത്രുക്കൾ കാണെ മേശ ഒരുക്കുന്ന സ്തോത്രം ഒരു ദിനമായി മാറുവാൻ സ്തോത്രം പോകുന്നു. വിശ്വസിക്കാമോ? പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല എന്ന് തൻ്റെ ഭക്തനായ ദാവീദ് പാടിയതുപോലെ വിശ്വാസത്തോടുകൂടെ ഈ പ്രഭാതം നമുക്കും പറയുവാനിടയാകട്ടെ. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു. നാഥാ, ഈ പ്രഭാതം ലോകമെമ്പാടുമായിരുന്നുകൊണ്ട് ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും ദൈവദാസിദാസന്മാരെയും എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ഇടയനായ കർത്താവ് ഇനിയും തൻ്റെ കുഞ്ഞുങ്ങളെ നന്നായി പോറ്റുവാൻ ആവശ്യമേറിയ എല്ലാ നന്മകളെ ഒരുക്കി ആദരിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ദാസിദാസന്മാരെ എല്ലാവരും നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിക്കുന്നു. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കണം, മകത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.